അടിമാലി ടൗൺ പരിസരത്തെ മാലിന്യം നിറഞ്ഞ ഓടകളും കൈത്തോടുകളും ശുചീകരിക്കുമെന്ന ഗ്രാമപഞ്ചായത്തിന്റെ പ്രഖ്യാപനം നടപ്പിലായില്ല. മാലിന്യം നിറഞ്ഞ കൈത്തോടുകളിലെ സ്ഥിതി അതേപടി തുടരുകയാണ്. മാലിന്യം നിറഞ്ഞ വെള്ളം ഒഴുകാൻ പോലും പാടുപെടുന്ന സ്ഥിതിയിലാണ് പല ഓടകളും കൈത്തോടുകളും ഉള്ളത്. അടിമാലി ടൗൺ പരിസരത്തെ ഓടകളും കൈത്തോടുകളും മാലിന്യം നിറഞ്ഞ അവസ്ഥയിലാണെന്ന പരാതി കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉയരുന്നതാണ്. പരാതി വ്യാപകമാവുകയും വ്യാപാരികളിൽ നിന്നടക്കം പ്രതിഷേധമുയരുകയും ചെയ്തതോടെ മാലിന്യം നിറഞ്ഞ ഓടകളും കൈത്തോടുകളും ശുചീകരിക്കുമെന്ന പഞ്ചായത്തിന്റെ പ്രഖ്യാപനവുമുണ്ടായി. എന്നാൽ പ്രഖ്യാപനത്തിനപ്പുറം ഇപ്പോഴും കൈത്തോടുകളും ഓടകളുമെല്ലാം മാലിന്യം നിറഞ്ഞു തന്നെ കിടക്കുകയാണ്. സംസ്ഥാന ഗവൺമെന്റും ഇടുക്കി ജില്ലയും അതുപോലെ അടിമാലി ഗ്രാമപഞ്ചായത്തും സമ്പൂർണ്ണ മാലിന്യമുക്ത പ്രദേശമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അടിമാലിയിൽ നോക്കുമ്പോൾ ഈ പ്രഖ്യാപനത്തിൽ ഒതുങ്ങുകയാണ്. അടിമാലിയുടെ ഓടകളെല്ലാം നിറഞ്ഞു കവിഞ്ഞ് മാലിന്യങ്ങൾ കൂമ്പാരം കൂടിയിട്ടും അത് നീക്കാനായിട്ട് ശ്രദ്ധിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ അടിമാലി ഫെസ്റ്റെല്ലാം വരാൻ പോവുകയാണ്. അടിമാലിയുടെ മറ്റ് പല ടൗണുകളിലും ചെയ്തതുപോലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും അവയെല്ലാം ശുചിയായി സൂക്ഷിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മുടെ പഞ്ചായത്ത് നിർവഹിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. മാലിന്യം നിറഞ്ഞ വെള്ളമൊഴുകാൻ പോലും പാടുപെടുന്ന സ്ഥിതിയിലാണ് പല ഓടകളും കൈത്തോടുകളുമുള്ളത്. ഇവിടെ നിന്നെല്ലാം അസഹനീയമായ ദുർഗന്ധമുയരുകയും കൊതുക് ശല്യം രൂക്ഷമാവുകയും ചെയ്തിട്ടുണ്ട്. മഴ പെയ്യുന്നതോടെ ഓടകളിലും തോടുകളിലുമെല്ലാം കെട്ടിക്കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യമടക്കം ഒഴുകി ദേവിയാർപ്പുഴയിലേക്ക് എത്തും. മഴക്കാലം തൊട്ടരികിൽ നിൽക്കെ അടിമാലി ടൗണിനെ പൂർണ്ണതോതിൽ ശുചിത്വവൽക്കരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, അടിമാലി.